സത്യമായിട്ടും ഈ കുടുംബത്തിനെ ദ്രോഹിക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അച്ഛാ. ഞാനൊരിക്കലും ചെയ്യേയില്ല. ട്രസ്റ്റിന്റെ ഫയൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തതാ. ക്യാഷ് ട്രാൻസ്ഫർ ആയിന്ന് മാനേജർ എന്നോട് പറഞ്ഞിരുന്നു. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. നന്ദേട്ടനാണ് സത്യം. എന്റെ നന്ദേട്ടനെ കൊണ്ട് ഞാൻ സത്യം ഇടണമെങ്കിൽ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കി എന്റെ നിരപരാധിത്വം. എന്നെ ബിസിനസ് പഠിപ്പിച്ചതും ഈ അവന്തികയാക്കി മാറ്റിയതുമല്ല അച്ഛനാ. പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് പറഞ്ഞ് കുടുംബക്കാരൊക്കെ പുറകോട്ട് മാറ്റി നിർത്തിയപ്പോഴും അച്ഛൻ എന്നെ മുന്നിൽ നിർത്തി. അച്ഛൻ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം ഒരു തരി പോലും ചോരാതെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കൂടെ വളർന്നവരും കൂടെ പഠിച്ചവരും ഒക്കെ കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമ്പോ കുറെ ഫയലുകൾക്കിടയില എന്റെ ജീവിതം. എന്റെ ജീവിതം എന്നേ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സമർപ്പിച്ചതാച്ചാ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മോഹങ്ങളൊന്നും ഇല്ലച്ചാ. മരിക്കുന്ന കാലം വരെ നമ്മുടെ കുടുംബവും ഈ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ കഴിയണമെന്ന് മാത്രമേ ഈ അവന്തികയ്ക്ക് ആഗ്രഹമുള്ളൂ. കൂടുതൽ പറഞ്ഞ് ഞാൻ അച്ഛന്റെ സമയം കളയുന്നില്ല. ഈ നിമിഷം തന്നെ ഞാൻ പോവാ. പക്ഷേ അച്ഛൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റിന് അച്ഛൻ എന്നെ ശിക്ഷിക്കരുത്. ഞങ്ങൾ പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാത്തിനും സാവകാശം വേണം. ഞാൻ സന്ദീപിനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി. അവനും ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഇത് നടത്തി കൊടുക്കണോ? അതിനെന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കാൻ പോണില്ല. നിനക്കറിയാലോ കാരണം എന്താണെന്ന്. ആതിരയ്ക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതിന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ ഈ വീട്ടില്? അച്ഛനൊക്കെ തന്നെയാ ഇത് ഇത്രയും വഷളാക്കിയത്. അവൾക്ക് രഹസ്യ ഫോൺ വിളി ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ അത് വിലക്കണമായിരുന്നു. അല്ലെങ്കിൽ എന്നെ അറിയിക്കണമായിരുന്നു. അതൊന്നും ഇവിടെ ആരും ചെയ്തില്ലല്ലോ. അവക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിനി ഇത് കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ വേണ്ട. അവൻ മോശമായാലും നല്ലവനായാലും എന്റെ അനിയത്തെ ഞാൻ അങ്ങോട്ട് വിടുന്നില്ല. അതെന്താ? സന്ദീപാണെന്ന് അറിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു കുറ്റബോധം. എന്നാ അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയാത്ത കാര്യം നീ എന്റെ വായി തിരുകണ്ട. എഴുതാപ്പുറം വായിക്കുകയും വേണ്ട. സേതുവേട്ടനും അവന്തിക്ക് അറിയുന്നതിന് മുമ്പ് എങ്ങനെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അവരെന്ത് കരുതും? നമ്മളെ പോലെ ആവില്ല അവര് ചിന്തിക്കുന്നത്. ചേച്ചിയുടെ സൗഭാഗ്യം അതേ തൂക്കത്തിലും അളവിലും അനിയത്തിക്ക് കിട്ടാൻ വേണ്ടി ആതിരെ കൊണ്ട് അവനെ വലയിൽ വീഴ്ത്താൻ നമ്മൾ ശ്രമിച്ചു എന്നാവും അവര് കരുതുന്നത്. ചേച്ചി പിടിച്ച അതേ പുളിങ്കൊമ്പില് അനിയത്തിയെ നമ്മൾ പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയും. പുളിങ്കൊമ്പ്, ആ പുളിങ്കൊമ്പിൽ ഒരു കയറിട്ട് നിൽക്കുക ചേച്ചി. ഇനി അതിന്റെ പുറകെ അനിയത്തിയും. അനൂപേ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ആരും ഒരുപാട് കാട് കയറി ചിന്തിക്കണ്ട. ആതിരയുടെ കാര്യത്തിൽ ഒരു തീരുമാനമേ ഉള്ളൂ. ഈ ബന്ധം അവക്ക് വേണ്ട. അത് അനൂപേട്ടനോ ബാക്കിയുള്ളവരോ എടുക്കേണ്ട തീരുമാനമല്ല. തീരുമാനം ആതിരയുടേതാ. അവള് പറഞ്ഞു കഴിഞ്ഞു സന്ദീപിനോടൊപ്പമേ അവള് ജീവിക്കൂന്ന്. അവൾ അവനോടൊപ്പം പോവും, നല്ല പോലെ ജീവിക്കുകയും ചെയ്യും. ബാക്കിയെല്ലാം അനൂപേട്ടന്റെ സങ്കല്പത്തിനനുസരിച്ച് ഓരോന്ന് ഊഹിച്ച് പറയുന്നതാ. ശരി, എന്റെ ഊഹ സമ്മതിച്ചു. അവൾ അവന്റെ കൂടെ പോവാൻ അവനും കൂടി വിചാരിക്കണ്ടേ? അവൻ അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് പോലും തീർച്ചയില്ല. നീയും കേട്ടതല്ലേ അവൾ പറഞ്ഞത്? അത് നമ്മൾ തീർച്ചപ്പെടുത്തണം.
ഇനി സന്ദീപിന് തിരിച്ചു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആലോചിക്കുന്നതിൽ എന്താ കുഴപ്പം? അവരെ ഒരുമിച്ച് ജീവിച്ചാലല്ലേ അറിയാൻ പറ്റൂ അത് മുന്നോട്ട് പോവോ ഇല്ലയോന്ന്. മനസ്സിൽ മുൻധാരണകൾ വെച്ചോണ്ട് എതിർത്താ പിന്നെ എന്താ ചെയ്യാ? എനിക്ക് എന്റെ അനിയത്തിമാരെ കുറിച്ച് മുൻധാരണകളുണ്ട്, ആതിരയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അതൊക്കെ നല്ലത് തന്നെ. ഇങ്ങനൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കണം. ആതിരയ്ക്ക് അർച്ചനയെ പോലെ നല്ലൊരു ജീവിതം ഉണ്ടാകുന്നെങ്കിൽ അതായിക്കോട്ടെ. പിന്നെ വാശി പിടിക്കുമ്പോ മകൾക്കും അനിയത്തിക്കും വേണ്ടി എത്ര സമ്പാദ്യം കൂടി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാ. കയ്യിലൊരു കീരവിത്തൂല്ല. വാശി തല പൊക്കുമ്പോ അതും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. കടം വന്ന് മൂക്കിന്റെ തുമ്പത്ത് തന്നെ നിൽക്കുക. അവളായിട്ട് നല്ലൊരു ബന്ധം കൊണ്ടുവന്നപ്പോ അത് എങ്ങനെയെങ്കിലും നടത്തിയെടുത്ത് പടിയിറക്കി വിടുന്നതിന് പകരം പടിയടിച്ച് പിണ്ടം വെക്കാൻ പോവാന്ന്. ചിലപ്പോ സന്ദീപ് വഴിയാവും ഈ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നത്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. എന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ നീ വരണ്ട. നീ പറഞ്ഞത് ശരിയാ, സമ്പാദ്യമൊന്നും ഇവിടെ ഇല്ല. കാലി പോക്കറ്റാ എന്റെ. ഞാനൊരു ഗതിയില്ലാത്തവനായിപ്പോയി. ഞാനേ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എന്റെ കുടുംബം പട്ടിണിയായി പോകാതിരിക്കാനാ. അങ്ങനെ മാനാഭിമാനം പണയം വെച്ച് ഞാൻ കൊണ്ടുവരുമ്പോ ഇത് എവിടെ നിന്നാണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തിന്? സ്വന്തം ഭാര്യയായി നീ ചോദിച്ചിട്ടുണ്ടോ ഒരു തവണയെങ്കിലും? പരാതി പറയാനും കുറ്റപ്പെടുത്താനും അല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ ഇന്നാള് പറയുന്നത് കേട്ടു, എനിക്ക് വാശിയാണെന്ന്. അതെ, വാശിയാ. എന്റെ കുടുംബം പട്ടിണിയാകാതിരിക്കാനുള്ള വാശി, എല്ലാവരും സന്തോഷത്തോടെ കഴിയണം എന്നുള്ള വാശി. ആ വാശി ഒന്നുകൊണ്ട് മാത്രമാ ഞാൻ ഇപ്പോഴും ആത്മഹത്യ ചെയ്യാതെ ഇരിക്കുന്നത്. തെണ്ടി ജീവിക്കുന്നതിനേക്കാൾ അന്തസ് ആത്മഹത്യയാണെന്ന് തോന്നിയപ്പോഴൊക്കെ ചത്തുകളയണമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴൊക്കെ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നത് നിങ്ങളുടെയൊക്കെ ഈ മുഖ. ഇങ്ങനെ ഒരു ഗതിയില്ലാത്തവന്റെ കൂടെ നീ ഇനി ജീവിക്കണമെന്നില്ല. ഈ ദാരിദ്ര്യത്തിന്റെ ഇടയില് നീ കഷ്ടപ്പെട്ട് നിൽക്കണമെന്നുമില്ല. നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിലാവാം. ഇവിടെ ആരും നിന്നെ തടയില്ല. അതല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചോണം. അമ്മേ, അച്ഛാ, അവിടെ എന്താ ആതിരാണ്ടി പൂട്ടിയിട്ടിരിക്കുന്നേ? ആതിരാണ്ടി കരയാണല്ലോ, ഞാൻ ജനലിലൂടെ കണ്ടു. സമാധാനം ഇല്ല മോളെ ഇവിടെ. നീ വാ. ഇവിടെ വഴക്കൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. വൃന്ദാവനം എന്ന പേര് മാറ്റി കലക്കൊന്നിടുന്നതാവും നല്ലത്. ആതിരയുടെ കാര്യത്തിൽ ഇനിയൊരു ചർച്ചയില്ല. ഞാൻ പറയുന്നത് അവൾ അനുസരിക്കും. അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അനുപേട്ട, അവളെ ഇനിയും തല്ലിയിട്ടോ വഴക്കോ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ ആദ്യം സന്ദീപിനോടൊന്ന് സംസാരിക്കട്ടെ. ഇനി നമ്മൾ കരുതുന്ന പോലൊന്നും അല്ലെങ്കിലോ? അതുവരെ നിങ്ങൾ ആദ്യം ഒന്ന് ക്ഷമിക്കണം. എടുത്തു ചാടിയൊന്നും ചെയ്യരുത്, ആരും അറിയുകയും ചെയ്യരുത്. ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്നെ ബോധിപ്പിച്ചിട്ട് എത്ര കോടി എടുത്തു? എന്നിട്ട് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ച് എടുത്തോണ്ട് ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം നീ. ഞാൻ അവന്തികയോട് പരിധി വിട്ട് സംസാരിച്ചോ? ഞാനെല്ലാം പാക്ക് ചെയ്യാച്ചാ. 1 മണിക്കൂറിനകം ഞാൻ ഇറങ്ങിയേക്കാം.
അത് മോളെ, ഞാൻ നിന്നോടൊരു ക്ഷമ പറയാനാ വന്നത്. ക്ഷമ പറയാനോ? എന്തിന്? അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു. പണ്ട് ഇതുപോലൊരു വഴക്കിന്റെ പുറത്ത് ഇറങ്ങിപ്പോയ എൻ്റെ മകൻ ഇതുവരെ മടങ്ങി വന്നില്ല. ഇപ്പൊ നീയും പോകുന്നുവെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞതൊക്കെ മോള് മറക്കണം. അത് സാരല്ല അച്ഛാ, ആരായാലും അങ്ങനെ പറയൂ. അതിന്റെ പേരിൽ ഒരു പശ്ചാത്താപത്തിന്റെ കാര്യമൊന്നുമില്ല. കാര്യമുണ്ട് മോളെ. തെറ്റുപറ്റിയാൽ അത് തിരുത്തണമെന്നുള്ളതാ ആദ്യത്തെ കാര്യം. ട്രസ്റ്റിന്റെ കാര്യം നിനക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണെന്ന് അച്ഛന് മനസ്സിലായി മോളെ. അങ്ങനൊരു ബോധ്യമുള്ളപ്പോൾ എൻ്റെ കൺമുമ്പിൽ കൂടി നീ ഇറങ്ങിപ്പോകുന്ന കണ്ടു നിൽക്കാൻ അച്ഛന് പ്രയാസമുണ്ട്. ഞാൻ തെറ്റെയ്തിട്ടില്ലെന്ന് അച്ഛൻ മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട്. കുറ്റക്കാരിയായി എനിക്കിവിടുന്ന് ഇറങ്ങിപ്പോണ്ടി വരില്ലല്ലോ. എനിക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നീ ഇവിടെ നിന്നും പോകരുതെന്നാ അച്ഛൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു അബദ്ധം, അല്ലാതെ എന്തു പറയാൻ. അച്ഛനോട് ക്ഷമിച്ചുകൂടെ മോൾക്ക്? അച്ഛാ പ്ലീസ്, അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കരുത്. അങ്ങനല്ല മോളെ. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുന്നതിന് വലിപ്പച്ചെറുപ്പം നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞെല്ലാം മോള് മറക്കണം. വീണ്ടും ഞാൻ പറയാ, മോൾ ഇവിടം വിട്ട് പോകരുത്. അച്ഛൻ പറഞ്ഞതൊക്കെ അതേ രീതിയിൽ ഉൾക്കൊണ്ട് തന്നെ ഞാൻ മറുപടി പറയാം. ഞാൻ ഇവിടുന്ന് പോവാണ് അച്ഛാ. അച്ഛന്റെ വാക്കിന് വില കൽപ്പിക്കാതെ പറയുന്നതോ അഹങ്കാരം കൊണ്ട് പറയുന്നതോ ആണെന്ന് അച്ഛൻ കരുതരുത്. എന്റെ നന്ദേട്ടനോടൊപ്പം കൈപിടിച്ച് കയറി വന്ന ദിവസം മുതൽ ഇന്ന് വരെ ഇത് മറ്റൊരു വീടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആരും തോന്നിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. പക്ഷേ ഇന്നതുണ്ടായച്ച കുടുംബത്തിനകത്തൊരു അസ്വാരസ്യം ഉണ്ടായ മാറി താമസിക്കുന്ന തന്നെയാ നല്ലത്. ഇപ്പോഴാവുമ്പോ സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങാം. ആർക്കും ഒരു പിണക്കവും പരിഭവവും ഇല്ലാതെ. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതല്ലേ അച്ഛാ നല്ലത്. ഇതുപോലെ ഇനിയും സംഭവങ്ങളുണ്ടായ അത് ചിലപ്പോ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. പിന്നെ പോന്നു പോന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടുന്ന് എങ്ങോട്ടെന്നൊരു ചോദ്യമുണ്ട് എൻ്റെ മനസ്സിൽ. ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് മനസ്സിൽ പോലും ചിന്തിക്കാത്തോണ്ട് ഒന്നും അങ്ങ് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ഒറ്റയ്ക്കായിരുന്നതിൽ സാരമില്ലായിരുന്നു. എന്നെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന എൻ്റെ അനിയത്തെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് കയറി വന്ന മനസ്സുമായിട്ടല്ല ഞാൻ ഇറങ്ങിപ്പോകുന്നത്. എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സുമായിട്ടാ. അതിനെന്നെ പ്രാപ്തിയാക്കിയത് അച്ഛനാ. തീർത്താ തീരാത്ത ആ കടപ്പാട് ഇന്നും എന്റെ മനസ്സിലുണ്ടാവും. മോളെ, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാനിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം നിന്റെ സ്വന്തം അച്ഛനല്ലല്ലോ ഞാൻ. നീ എന്നെ എങ്ങനെയാ കണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിന്നെ മോളെ എന്ന് വിളിക്കുന്നത് സ്വന്തം മോളായിട്ട് കണ്ടു തന്നെയാ. മോളുടെ വ്യക്തിപരമായ കാര്യത്തിൽ അച്ഛൻ അഭിപ്രായം പറയുകയല്ല. എങ്കിലും മോളുടെ തീരുമാനം ശരിയാണോന്ന് ഒന്നുകൂടി ആലോചിക്കണം.
നമ്മളിപ്പോ പോകുന്ന റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ച് ഒരു ഷോർട്ട് കട്ട് എടുത്താ വേഗം ലക്ഷ്യസ്ഥാനത്തെത്തും. ഇനിയും അതിനെക്കുറിച്ചൊരു ആലോചന വേണ്ടച്ചാ. ഇനി അങ്ങോട്ട് മറ്റാരുടെ സഹായം ഇല്ലാതെ ജീവിക്കണം എനിക്ക്. ഒരു കൊച്ചു വീട്, എന്തെങ്കിലും ഒരു ജോലി, അനഘയ്ക്ക് നല്ലൊരു ജീവിതം, അങ്ങനെയൊക്കെ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. ഇനിയെല്ലാം ഒന്നീന്ന് തുടങ്ങണം. വെറും കൈയോടെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്, പോകുന്നതും അങ്ങനെ തന്നെ. ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവനും ഈ കുടുംബത്തിന് വേണ്ടിയാ. അതിനെനിക്കൊരു പങ്ക് ഞാൻ ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല. സത്യം പറഞ്ഞ ഈ ഓട്ടത്തിനിടയിൽ എൻ്റെ കാര്യങ്ങൾ മറന്നുപോയെന്ന് പറയുന്നതാവും ശരി. മോള് പറയുന്ന പോലെയല്ല. നെല്ലിശ്ശേരിയുടെ മുഴുവൻ സമ്പാദ്യത്തിന്റെയും അവകാശികളിൽ ഒരാൾ നന്ദന, നിന്റെ ഭർത്താവ്. ആ അവകാശം നിനക്കുമുണ്ട്. എന്തിന്? എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് നന്ദേട്ടനായിരുന്നു. അതും ഇപ്പം ഇല്ല. അതുകൊണ്ട് നന്ദേട്ടന്റെ പേരിലുള്ള ഒരു അവകാശവും ഞാൻ സ്വീകരിക്കയില്ല. നന്ദേട്ടൻ പോയതോടെ ഈ കുടുംബമായിട്ടുള്ള എൻ്റെ ബന്ധം വേരറ്റു. അച്ഛനതില് വിഷമമൊന്നും വിചാരിക്കണ്ട. അച്ഛാ, ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എൻ്റെ ആത്മാഭിമാനത്തെ അച്ഛൻ ചോദ്യം ചെയ്യരുത്. എൻ്റെ കാര്യത്തിൽ അച്ഛനുള്ള പേടി ഉൾക്കണ്ടയൊന്നും എനിക്കില്ല. അങ്ങനെയുള്ളത് അതൊരേ ഒരു കാര്യത്തിലാ, എൻ്റെ അനിയത്തിയുടെ കാര്യത്തില്. കുറച്ച് കുറുമ്പുകളൊക്കെ ഉണ്ടെങ്കിലും അവളൊരു പാവം അച്ഛാ. എൻ്റേതെന്ന് പറയാൻ എനിക്ക് ഈ ലോകത്ത് അവളേ ഉള്ളൂ. അവളെ ഒരിടത്തെത്തിക്കാൻ മാത്രം എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഭാര്യയായും മരുമകളായും ഏട്ടത്തിയായും ബിസിനസ്സുകാരിയായൊക്കെ വിജയിച്ചു നിന്നപ്പോൾ അവള് വളർന്നു വലുതായി വിവാഹപ്രായമായ കാര്യം ഞാൻ മറന്നേ പോയി. അവളുടെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാ നെഞ്ചിലൊരു പെടച്ചിലുള്ളത്. അവളുടെ ചേച്ചിക്ക് ആഗ്രഹിച്ച പോലൊരു ജീവിതം ജീവിച്ചു തീർക്കാനായില്ല. അവൾക്കെങ്കിലും അതുണ്ടാവണേന്നാ എൻ്റെ പ്രാർത്ഥന. മോളെ, എൻ്റെ സ്നേഹമോളെ പോലെ തന്നെയാ എനിക്ക് അനഘയും. അവൾക്കൊരാവശ്യം വന്നാൽ ഈ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്തൊന്നും അക്കമിട്ട് നിരത്താനാവുന്ന ഒന്നല്ല. നേരത്തെ നീ പറഞ്ഞില്ലേ, നന്ദൻ പോയതോടുകൂടി ഈ കുടുംബത്തിൽ നീ ആരുമല്ലാതായെന്ന്. അതങ്ങനെ തീരുന്നൊരു ബന്ധമല്ലെങ്കിലും അനഘ വഴി ഒന്നുകൂടി ആ ബന്ധം ഉറപ്പിച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നുവെച്ചാ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിന്റെ കഷ്ടപ്പാടുകൾക്ക് ഞാൻ വിലയിടുകയാണെന്ന് മോള് കരുതരുത്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, തീരുമാനമല്ല. സന്ദീപിനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ മോളുടെ അഭിപ്രായം? എൻ്റെ മകന് വേണ്ടി കാത്തിരുന്ന് ജീവിച്ച് തീർക്കുന്ന നിന്റെ ജീവിതത്തിന് പകരം തരാൻ അച്ഛൻ്റെ കയ്യിൽ വേറൊന്നുമില്ല മോളെ. ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ ഒരു ആലോചന മാത്രമാണ്. തീരുമാനം എടുക്കേണ്ടത് നീയും അനഘയാ. അച്ഛാ, പലപ്പോഴും പല കാര്യങ്ങളിലും അച്ഛൻ എന്നെ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ. ബിസിനസ് എല്ലാം എന്നെ ഏൽപ്പിച്ചത് മുതൽ ഈ കാര്യം വരെ അങ്ങനെ തന്നെയാ. എല്ലാം ഞാൻ അനുസരിച്ചാ നിന്നത്. പക്ഷേ ഇതങ്ങനെ എനിക്ക് ഒറ്റയ്ക്കെടുക്കാൻ പറ്റുന്നൊരു തീരുമാനമല്ലല്ലോ അച്ഛാ. അനഘയുടെ മനസ്സിൽ എന്താന്നും കൂടെ അറിയണ്ടേ. സന്ദീപിനെ അവക്കൊരു ഹസ്ബൻഡായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോന്ന് അറിയണം. അച്ഛൻ്റെ വാക്ക് അവള് തള്ളിക്കളയില്ല. എങ്കിലും അവളോടൊന്ന് സംസാരിക്കണ്ടേ? മതി. അനഘയ്ക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി.
സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം നടന്നില്ലെങ്കിൽ മാത്രമേ നീ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് അച്ഛന് വാക്ക് തരണം. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ എനിക്ക് പോകാൻ പറ്റുക? ഞാൻ പോകുന്നില്ല അച്ഛാ. മോൾ എനിക്ക് വാക്ക് താ. വാക്ക്